ഹലോ ഗായ്സ്, സുനു സേവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഐഡോക്കിലെ ഓണവിശേഷങ്ങളാണ് കേട്ടോ. ഐഡോക്കിലെ ഓണത്തിന് ഞങ്ങൾ തലേ ദിവസം തന്നെ വരച്ചൊക്കെ വെച്ചു. മാഡം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ആ ചിത്രമൊക്കെ വരച്ചത് കേട്ടോ. കാരണം ടൈൽസിലേ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വഴുതി പോവുക, ചോക്കൊന്നും ഇല്ലേനും. അപ്പം ഞങ്ങൾ വരച്ചൊക്കെ സെറ്റാക്കിയതിന് ശേഷം പൂ വാങ്ങിക്കാൻ പോയി. പൂ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച കളറുകളൊന്നുമല്ല അവിടെ. ഞങ്ങൾ ക്ലിനിക്കിൽ നിന്ന് വിചാരിച്ചു പോയ കളറല്ല, വേറെ ഏതൊക്കെയോ കളറാണ്. അപ്പം ഞങ്ങൾ ബാക്കി അവിടെ ഇല്ല കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷേ പൂവ് ഇട്ടൊക്കെ റെഡിയായി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഞങ്ങളെ പൂവ്. പിന്നെ ഞങ്ങളെ ഗസ്റ്റുകളൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗസ്റ്റുകളൊന്നും എന്താ വരാത്തതെന്ന് ചോദിച്ചിങ്ങനെ മാഡം നടക്കുന്നുണ്ട്. പിന്നെ നിഷിതയാണെങ്കിൽ ദീപക് സാറ് വരുന്നുണ്ടല്ലോ, ദീപക് സാറിന് കുറേ പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ സാറിനെ അസസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഒരുക്കി കൊണ്ടെടുക്കുകയാണ് നിഷിത. എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ഞാനും അതിലിങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 9:30 തന്നെ ദീപക് സാറിന് പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ സാറ് വന്നാൽ ഉടനെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. സാറ് വന്നു, ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പേഷ്യൻ്റ് അവിടെ എത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ഞാൻ പുറത്ത് പോയി ഓരോ പേരൊക്കെ എഴുതി വെച്ചതിന് ശേഷം ദീപക് സാറ് പേഷ്യൻറ്റിനെ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് രോഹിത് സാറിനും പേഷ്യൻ്റ് വന്നു. രോഹിത് സാറിന് പിന്നെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡ്യൂട്ടി മസ്റ്റ് അല്ലേ. അപ്പോൾ വന്ന പേഷ്യൻറ്റിനെ സാറ് നോക്കി. സാറിന് പല്ല് വരയ്ക്കാണ്ടായിരുന്നു. പിന്നെ മുർഷിദ മേഡത്തിനെ വിളിച്ചിട്ടുണ്ട്, മുർഷിദ മേഡം എത്തിയിട്ടില്ല. മേഡം എത്തുമ്പോഴേക്ക് കുറച്ച് വഴുകുമെന്ന് പറഞ്ഞിരുന്നു. മാഡം കൂടിയും എത്തിയിട്ട് പരിപാടികളൊക്കെ തുടങ്ങാമെന്നുള്ളതിൽ അപ്പോഴേക്ക് പേഷ്യൻറ്റും കഴിയുമല്ലോ. ഒരു 12 മണിക്കാകുമ്പോഴേക്ക് മാഡം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഫുഡ് താഴത്തെ ഫുഡ് എത്തിയിട്ടുണ്ട് പറഞ്ഞു. സാറ് ഫുഡ് വാങ്ങാൻ പോയി, ദീപക് സാറും കൂടെ പോയി. അപ്പോഴേക്ക് ഞങ്ങൾ കുറേ എന്തൊക്കെയോ ഡാൻസ് ഒക്കെ ഇവിടെ ഒപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഫുഡും കൊണ്ട് സാറും ദീപക് സാറും പായസം ഓലനല്ലേ? ഓക്കെ. ഇഞ്ചി തൈര് അങ്ങനെ നമ്മളെ നദീം സാർ എത്തിയിട്ടുണ്ട്. നദീം സാറിന് ഈ ഓണം കഴിഞ്ഞിട്ട് വേണം നെൻസിക്ക് പോവാൻ. അപ്പോൾ സാറ് വേഗം വിളമ്പാനൊക്കെ കൂടി. സാറ് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഇരുന്നു കേട്ടോ. സാറിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. കാരണം മുർഷിദ മേഡം എത്താത്തതുകൊണ്ട് മേഡത്തിൻ്റെ കൂടെ ഇരിക്കുക ദീപക് സാറിനും രോഹിത് സാറിനും പറഞ്ഞു. പിന്നെ താഴത്തെ ദയാ മെഡിക്കൽ ഷോപ്പിലത്തെ ഫാസിലുണ്ടായിരുന്നു, സുനിയേട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ ഓണർ ചെറിയാക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ഫുഡൊക്കെ വിളമ്പി നല്ല ടേസ്റ്റിൽ ഫുഡാട്ടോ. പിന്നെ ഞാൻ ജിമ്മിലെ ഓണത്തിന് സദ്യ കഴിച്ചുകൊണ്ട് ജിമ്മിലെ ഓണത്തിന് ഭയങ്കര സദ്യയായിരുന്നു. കാരണം കുറേ കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ചെറിയൊരു സദ്യയാണ്, എന്നാലും കുഴപ്പമില്ല, സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കഴിച്ചു. പിന്നെ ഞങ്ങളെ മുർഷിദ മേഡം വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം നമ്മളെ പാട്ട് പരിപാടിക്കൊക്കെ പോയി പാട്ട് പാടുക. നദീം സാർ നല്ല പാട്ട് പാടും കേട്ടോ. നദീം സാർ നന്നായിട്ട് പാടിയ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ നമ്മളെ ദയാ മെഡിക്കൽ ഷോപ്പിലത്തെ ഫാസിൽ പാടി. പിന്നെ ദീപക് സാറ് പാടി. നിഷിത പാടാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അവൾക്ക് എന്തോ ഒരു ചമ്മൽ അപ്പം വന്നു, അതുകൊണ്ട് പാടിയില്ല. ഇനി പാട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദീപക് സാറിനും മുർഷിദ മേഡത്തിനൊക്കെ ചോറുണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഏതായാലും പരിപാടിയൊക്കെ തുടങ്ങിയില്ല. മേഡം വന്ന് ഇപ്പോൾ ചോറ് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. പാട്ടും പരിപാടികളൊക്കെ അടിപൊളി കേട്ടോ. ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു, നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട്. പിന്നെ ദിബിനെ വരാത്തതിന് ഭയങ്കര സങ്കടമുണ്ട്. ദിബിനെ നല്ലോണം മിസ് ചെയ്തു. ദിബിനെ വിളിച്ചിരുന്നു, പക്ഷെ അവളെ ചെറിയ കുട്ടിക്ക് പനി ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അവൾക്കും ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങളൊപ്പം കൂടാത്തതിന്. ദിബിന ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ്, ഇപ്പോൾ വരുന്നില്ല. അവൾക്ക് കുഞ്ഞുവാവയ്ക്കായി അവൾ വീട്ടിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്, വേറെ ഒന്നിനും പോകണമൊന്നുമില്ല. അപ്പോൾ ഓളെ കാണാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു.
പിന്നെ വേറെ കുറേ ഡോക്ടേഴ്സ് ഐഡോക്കിൽ പോയിട്ടുണ്ട്. ആ ഡോക്ടേഴ്സിനെയൊക്കെ വിളിക്കണം ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഏറ്റവും അടുത്ത കുറച്ച് സാറിൻ്റെ സുഹൃത്തുക്കളെ മാത്രം വിളിച്ച് ഞങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചു. പിന്നെ ഞങ്ങൾ ഹെഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഷെർഹാന മേഡമാണ് ഞങ്ങളെ ഹെഡ്. ഷെർഹാന മേഡം വന്നു പോയി. കാരണം ഗൾഫിൽ അവിടെ ഒരു ക്ലിനിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു 2 ആഴ്ചത്തെ ലീവിന് മേഡം ഇവിടെ വന്നിരുന്നു. മേഡം വന്ന് ക്ലിനിക്കിലൊക്കെ വന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ചൊക്കെ എല്ലാം റെഡിയാക്കി പോയതാണ്. പക്ഷെ ഓണത്തിന് നിൽക്കാനുള്ളൊരു സമയം മേഡത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഡം ഇല്ലാത്തതിൻ്റെ മേഡത്തിനെ കൂടെ മിസ് ചെയ്തു. അങ്ങനെ ഓലെല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടോ. എനിക്ക് പാട്ട് പാടാനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഞാൻ പാട്ട് പാടിയിട്ടില്ല. പിന്നെ റോയ് സാറിന് നല്ല ചുമയായിരുന്നു. അപ്പോൾ സാറിന് അധികം പാടാനൊന്നും കഴിയില്ല. എന്നാലും സാറ് 2-3 വരിയൊക്കെ പാടി ഒപ്പിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ആഘോഷിച്ചു, നല്ല ആസ്വദിച്ചു. നല്ല രസമുള്ളൊരു ഓണം, ഹാപ്പി ഓണം. പാട്ടൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം റോയ് സാറ് പറഞ്ഞു നമ്മളെ ഗസ്റ്റുകളോട് എല്ലാവരോടും ഐഡോക്കിനെ കുറിച്ച് 2 വാക്ക് പറയാൻ. അങ്ങനെ നദീം സാറിനോട് ഫസ്റ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഓണസദ്യയാണ്, ആദ്യത്തെ ഓണ സെലിബ്രേഷൻ ആണ്. ഗംഭീരമായ സദ്യ ഒരുക്കി തന്ന രോഹിത്തിനും ബാക്കി ഇതിന്റെ സംഘാടകത്തിനും എല്ലാവർക്കും പ്രത്യേക എന്റെ വീട്ടിലും സ്വന്തം വീട്ടിലും വളരെ സന്തോഷം. പിന്നെ എന്താ പറയാ, ബിൽഡിങ്ങിൽ കൊണ്ടുപോകാൻ ഒരു കുറി ഓണപരിപാടി നടത്തി. പക്ഷെ മൂപ്പര് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ മുങ്ങി. കുറെ മൂപ്പരിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഈ വർഷത്തെ ഐഡോക്കിന്റെ ഡെന്റൽ ക്ലിനിക്കിന്റെ ഓണാഘോഷം വളരെ അടിപൊളിയായി. വളരെ സന്തോഷമുണ്ട് വന്ന് പങ്കെടുത്തില്. എല്ലാവർക്കും പേഴ്സണലായിട്ടും ദയാ മെഡിക്കൽസിന്റെ പേരിലും എല്ലാ നന്ദി, ഓണാശംസ. സദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സദ്യ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതല്ലാതെ മൊത്തത്തിൽ കളറായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഓണാഘോഷമായിരുന്നു. മേ ബി ലാസ്റ്റ് വരെ, കാരണം ഞാൻ വേറെ ക്ലിനിക്കുകളിൽ കുറച്ച് ദൂരമൊക്കെയാണ്, അപ്പം പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷം അതെ ഈ വർഷം ഇതൊരു ഫാമിലി പോലെ നമ്മൾ എൻജോയ് ചെയ്ത് എന്താ പറയാ, മൊത്തത്തിൽ ഹാപ്പിയാണ്. അത് തന്നെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും എന്താ പറയാ, ഓണാശംസകൾ. ഹാപ്പി ഓണം. പൊളിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, 2 വാക്ക് പറയും. പാടകന്റെ കാര്യം പറയണ്ട. ഈ ഓണം സംഘടിപ്പിച്ച ഡോക്ടർക്കും മറ്റു മഹതികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത വർഷവും പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിനക്കാട് കളറോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പോൾ അവിടെ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. തിരിച്ചു വന്നതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും വലിയ സന്തോഷം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിനും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണപരിപാടി കുറേ ആയി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് പിന്നെ എല്ലാവരും കൂടി അവൈലബിൾ ആവുന്നൊരു ദിവസം നമുക്ക് കിട്ടില്ല. അപ്പോൾ പക്ഷേ ആവുന്നൊരു ദിവസം നമ്മൾ മാറ്റി വെച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് മാക്സിമം നമ്മൾ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടൊരു പരിപാടിയാണ് നമ്മൾ ഇവിടെ വെച്ചത്. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ ക്ലിനിക്കിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ചെറിയാക്ക, ഇപ്പോൾ ഡോക്ടർ മുർഷിദ് ഡോക്ടർ ഇടക്കരയിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഫാസിൽ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, നിഷിത, ചേച്ചി, സഞ്ജന ഡോക്ടർ, എല്ലാവർക്കും എൻ്റെ പേരിലും ഐഡോക്കിൻ്റെ പേരിലും പിന്നെ ഷെർഹാനിൻ്റെ പേരിലും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ഓണം ഉഷാറായിട്ടോ. ഇനിയിപ്പോൾ മുർഷിദമ്മയുടെ റോയ് സാറും ദീപക് സാറും കൂടെ ഫുഡ് കഴിക്കാണ്ട്. ഓലും കൂടെ കഴിഞ്ഞാലും നമ്മൾ ഓണപരിപാടി കഴിഞ്ഞു. നദീം സാറ് പോയി. സാറിന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് ആദ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവർ 3 പരിപാടിക്ക് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നതായിരുന്നു. പരിപാടിക്ക് ഉഷാറായി. നമ്മളവിടുന്ന് പോയ കുറച്ച് ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും കൂടെ വിളിക്കാത്തുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്നു. ആരെയും വിട്ടുപോയതല്ല, മറന്നു പോയതല്ല. അപ്പം ഞങ്ങളെ ഓണം ഉഷാറായിട്ടോ. ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.